ശ്രീ കെ മുരളീധരൻ അടൂർ പ്രകാശിനെ UDF കൺവീനറിനെ SIT വിളിപ്പിച്ച് ചോദ്യം ചെയ്യുകയാണ്. എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? അല്ല, അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയും ചോദ്യം ചെയ്യണം. മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ഉണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോട്ടോയുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യുന്നതെങ്കിൽ മുഖ്യമന്ത്രിയും ചോദ്യം ചെയ്യണം. ശ്രീ കെ മുരളീധരൻ ഫോട്ടോയുടെ അടിസ്ഥാനത്തിലാണെന്ന് പറയാനാകില്ല. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലേക്ക് പലതവണ അടൂർ പ്രകാശ് പോയിട്ടുണ്ട് എന്നുള്ള വിവരം SITക്ക് കിട്ടിയിട്ടുണ്ട്. ഏതായാലും ചോദ്യം ചെയ്യട്ടെ. ഇപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഈ കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരെ രക്ഷിക്കാൻ വേണ്ടി പിണറായി വിജയൻ നടത്തുന്ന കസർത്തിന്റെ ഭാഗമായിട്ടാണ് SITയുടെ ഈ പ്രവർത്തനം. SITയെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു, യഥാർത്ഥ കള്ളന്മാരെ മുഴുവൻ രക്ഷിക്കാനാണ് SIT മുഖ്യമന്ത്രിയുടെ നിർബന്ധ പ്രകാരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. SIT ഇപ്പോൾ ഹൈക്കോടതിയുടെ കീഴിലൊന്നുമല്ല, മുഖ്യമന്ത്രിയുടെ കീഴിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. റിപ്പോർട്ട് മാത്രം ഹൈക്കോടതിക്കും ഉത്തരവ് മുഖ്യമന്ത്രിയുടെയും. അതാണ് SITയുടെ സ്ഥിതി. ഏതായാലും അവർ ചോദ്യം ചെയ്ത് നടക്കട്ടെ, കാര്യങ്ങൾ ബാക്കി ഞങ്ങൾ ആലോചിച്ച് ചെയ്യാം. ഇത് ഒരു പ്രധാനപ്പെട്ട സമയം കൂടിയാണല്ലോ ശ്രീ കെ മുരളീധരൻ. ഇപ്പോൾ കുറ്റപത്രം അതന്നെ, ഞങ്ങളുടെ ഇന്നലത്തെ ജാഥയുടെ ഉദ്ഘാടന ചടങ്ങിലെ ജനക്കൂട്ടം മുഖ്യമന്ത്രി എന്താണ്ട് അദ്ദേഹത്തിന് ഇപ്പൊ ഏതാണ്ട് സമനില തെറ്റിയ പോലെയാണ് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറങ്ങിപ്പോകുന്നതിന് മുമ്പുള്ള അദ്ദേഹത്തിന്റെ അവസാനത്തെ അടവാണ് അത്. ഞങ്ങൾ നേരിട്ടോളാം, ജനപിന്തുണയോടെ ഞങ്ങൾ നേരിടും. യഥാർത്ഥ സ്വർണ്ണക്കള്ളന്മാരെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പിടിച്ചകത്ത് ഇടും, ഒരു സംശയവും വേണ്ട. പോറ്റിയെ കയറ്റിയ പാട്ട് ഇനി പാടാൻ ബുദ്ധിമുട്ടാകില്ലേ നിങ്ങൾക്ക്? ഒരു ബുദ്ധിമുട്ടും ഇല്ല. പോറ്റിയെ കയറ്റിയത് CPM ആണ്, സ്വർണം കട്ടതും CPM ആണ്. ആ പാട്ടിന് യാതൊരു പ്രസക്തിയും നഷ്ടപ്പെട്ടിട്ടില്ല. ആ പാട്ട് തന്നെ ഞങ്ങൾ അടുത്ത അസംബ്ലിയിലും പാടും. യാത്രയിൽ ഇതൊരു വലിയ തിരിച്ചടിയാവുകയല്ലേ? ഒരു തിരിച്ചടിയില്ല. ഇതുകൊണ്ടൊന്നും ഞങ്ങളെ ഭയപ്പെടുത്താൻ കഴിയില്ല. ഞങ്ങൾക്ക് ജനങ്ങളെ വിശ്വാസമുണ്ട്, ജനങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസമുണ്ട്. സ്വർണം കട്ട കള്ളന്മാരെ രക്ഷിക്കാൻ നടത്തുന്ന അവസാന ശ്രമമാണ്. ഞങ്ങൾ അതുകൊണ്ടൊന്നും ഞങ്ങൾ ഭയപ്പെടില്ല. പക്ഷേ ശ്രീ കെ മുരളീധരൻ, അടൂർ പ്രകാശും പോറ്റിയും തമ്മിൽ ബന്ധമുണ്ട് എന്നതിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടല്ലോ. അങ്ങ് പറയുന്ന ചിത്രങ്ങൾ മാത്രമല്ല. എന്തിന് ഒരു പോറ്റിയുടെ വീട്ടിലേക്ക് അടൂർ പ്രകാശ് പലതവണ പോകണം? എന്തായാലും സംശയങ്ങളൊക്കെ SIT തീർത്തോട്ടെ. അതുകൊണ്ട് യഥാർത്ഥ കള്ളന്മാരെ രക്ഷിക്കാൻ നോക്കണ്ട. ശരി, വളരെ നന്ദി കെ മുരളീധരൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. മുഖ്യമന്ത്രിയെയും ചോദ്യം ചെയ്യണം ഫോട്ടോയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ എന്നാണ് കെ മുരളീധരൻ ആദ്യം പ്രതികരിച്ചത്. മാത്രമല്ല, ഇതിപ്പോൾ യാത്രയിൽ വന്നിരിക്കുന്ന വലിയ ജനപങ്കാളിത്തത്തിൽ വിറളി പൂണ്ട് മുഖ്യമന്ത്രി തന്നെയാണ് ഈ ചോദ്യം ചെയ്യലിന് SITയെ പ്രേരിപ്പിച്ചിരിക്കുന്നത് എന്ന ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ കെ മുരളീധരൻ, മുതിർന്ന കോൺഗ്രസ് നേതാവ്, ഉന്നയിച്ചിരിക്കുന്നത്.